നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാനൊരു മൂടില്ല, അത് പിന്നെയാകാം എന്ന രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങളെ വേട്ടയാടാം. നമ്മൾ മടി എന്ന് വിളിക്കും. എന്നാൽ മടി എന്നത് ഒരു ശീലമാണ്, പലതിനെയും തകർത്ത് കളയുന്ന ഒരു ശീലം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ മടി മാറ്റാമെന്ന വിദ്യകളാണ്. ഇതിൽ അവസാനത്തെ പോയിന്റ് വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതിലെ ഫസ്റ്റ് വൺ എന്നത് 5 സെക്കൻഡ് റൂൾ എന്നതാണ്. എന്താണ് 5 സെക്കൻഡ് റൂൾ? നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴും 5 എണ്ണുക, 5 പ്രാവശ്യം. 5, 4, 3, 2, 1. ചാടി എഴുന്നേറ്റ് ആ കാര്യത്തിലേക്ക് കടക്കുക. ഉദാഹരണത്തിന് രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണമെന്ന് നമ്മൾ അലാറം വെച്ചു. അലാറം അടിഞ്ഞു, നമുക്ക് മടിയാണ്. എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ 5 സെക്കൻഡ് റൂൾ പ്രയോഗിക്കുന്നു. 5, 4, 3, 2, 1. ലെറ്റ്സ് ഗോ. അത് നമ്മുടെ മടി എന്നത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കുക എന്നതാണ് ഈ ഒരു റൂൾ കൊണ്ട്, ഈ ഒരു ടിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് രീതി എന്താണ്? ബ്രേക്ക് ഇറ്റ് ഡൗൺ. വലിയ ലക്ഷ്യങ്ങളെ, വലിയ ആക്ടിവിറ്റികളെ കട്ട് ചെയ്ത് ചെയ്യുക എന്നതാണ്. അതായത് നമ്മൾ ഇന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ ചെയ്യും, ബാക്കി ഭാഗം വേറൊരു ദിവസം അല്ലെങ്കിൽ വേറൊരു സമയം ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള പ്രവർത്തികളെ കട്ട് ചെയ്ത് ലഘുവാക്കുമ്പോൾ മനസ്സിന്, നമ്മുടെ ബ്രെയിനിന് അതൊരു ചെറിയ കാര്യമാണ് എന്നൊരു തോന്നൽ വരികയും അത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തത് ദ പൊമോഡോറോ ടെക്നിക്. എന്താണത്? 25 മിനിറ്റ്സ് എന്നതാണ്. നമ്മൾ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു മടി രൂപപ്പെടും. എന്നാലോ ഞാൻ 25 മിനിറ്റ്സ് നമ്മുടെ ഒരു മൊബൈൽ ഫോണിൽ ടൈമർ എടുത്ത് മാറ്റിവെച്ച് 25 മിനിറ്റ് ഞാൻ വർക്ക് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കി ആ സമയത്ത് ഫോണും എല്ലാം മാറ്റിവെച്ച് ഡീപ്പ് വർക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 25 മിനിറ്റ്സിന് ശേഷം എന്ത് ചെയ്യും? വർക്ക് കംപ്ലീറ്റ് ആയാൽ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും 25. ഇത് നമ്മുടെ വർക്കുകൾ കൂടുതൽ സുഖകരമാക്കാൻ, കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ വഴി എന്നത് കിൽ ദ ഡിസ്ട്രാക്ഷൻസ്. അതായത് നമ്മുടെ വർക്കിൽ നിന്ന്, നമ്മൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യങ്ങൾ മാറ്റിവെക്കുക. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഫോൺ തന്നെയാണ് നമ്മുടെ വില്ലനല്ലേ. അപ്പോൾ അത് ദൂരേക്ക് മാറ്റിവെച്ച് അത് മറ്റൊരു റൂമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് മാറ്റിവെച്ച് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് അടക്കുക. അങ്ങനെ നമ്മുടെ ചിന്തയെ, നമ്മുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാത്തിനെയും പുട്ട് എവേ ഫ്രം അവർ സൈഡ് എന്നതാണ് നാലാമത്തെ ടെക്നിക്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ലാസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്നതാണ്. നമ്മൾ ഏത് കാര്യമാണോ ചെയ്യേണ്ടത് എന്നത് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ആ ദിവസം മോർണിംഗിൽ തന്നെ നമ്മൾ അതിനു വേണ്ടി ടൈം ടേബിൾ തയ്യാറാക്കുക. ഇത്ര സമയം ഈ ഒരു വർക്ക്, ഇത്ര സമയം ഈ ഒരു വർക്ക്. അങ്ങനെ ടൈം ടേബിൾ ആക്കി വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ചെയ്യാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്ര സമയത്ത് ഞാനൊരു വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു എയിം വെക്കുമ്പോൾ, ഒരു ലക്ഷ്യാധിഷ്ഠിതമായ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിനോട് താല്പര്യവും അത് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യുക എന്നതുകൂടിയാണ് ഇതിന്റെ മെത്തേഡ്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.